ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ഒരിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോ, നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയെക്കുറിച്ച്. നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ഷോർട്ടായിട്ടൊന്ന് കണ്ടിട്ട് വരാം. റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ കരുതിയാൽ 2 മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെൺപിള്ളക്ക് മഹാ അഹങ്കാരം. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലത് വെച്ചു കൊടുക്കുകയോ അവൻ വഴിയെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് തന്തയും തവളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞ് പോരത്തിനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവര് ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു യൂട്യൂബ് യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഇവരൊരു അറിയപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ. വളരെ സെലിബ്രിറ്റിയാണ്. നല്ല കാര്യത്തിനും മോശക്കാര്യത്തിനും ഒക്കെ നമുക്ക് സെലിബ്രിറ്റികളാവാം അല്ലേ. പക്ഷേ ഒരു നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് നെഗറ്റീവ് മീനിങ്ങുകളുടെ ഉസ്താദ് എന്നാണ്. അതായത് സ്ത്രീകളെ കുറിച്ച്, പുരുഷന്മാരെ എല്ലാം ഇവർ വെറുതെ വിട്ടേക്കാണ്, സ്ത്രീകളെ മാത്രമേ ഇവർ ഇത് ചെയ്യുന്നുള്ളൂ കേട്ടോ, ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ചേച്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചേച്ചി ലോങ് എസ്സേ ആണ് കേട്ടോ എല്ലാം എഴുതുന്നതെല്ലാം. കമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ലോങ് എസ്സേ ആണ്. പിന്നെ നല്ലപോലെ റീച്ച് കിട്ടും ചേച്ചിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം. പക്ഷേ എൻ്റെ ഒരു ചാനൽ എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തു തുടങ്ങിയത് പോലും ഈ ചേച്ചിയുടെ കാര്യം വെച്ചിട്ടാണ്. അത് ചെയ്യാൻ കാരണം എൻ്റെ ഒരു നമ്മുടെ യൂട്യൂബിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു നല്ല ചാനലുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ആയ ഒരു ചാനൽ, നമ്മുടെ SR Vlogs എന്ന് പറഞ്ഞാൽ. ഇവരെ ഈ ദീപ്തി ടീച്ചറിൻ്റെ ആയിട്ട് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ദീപ്തി ടീച്ചർ, ഞാൻ പറഞ്ഞല്ലോ ടീച്ചറിനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, ബഹുമാനമാണ്. അപ്പോൾ ടീച്ചറിൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ടീച്ചറിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് SR Vlogs ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ കണ്ടത് നമ്മുടെ SR Vlogs ചേച്ചിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന മഹത് വ്യക്തിയെ നമ്മുടെ VRL ലവ് നമ്മുടെ അമൽ, അതായത് അപ്പു പോയി പൊക്കിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അവരെ പോയി കണ്ട് അവരുടെ വീടൊക്കെ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. അവരുടെ വീടും അവിടെ അവരുടെ കുഞ്ഞുമായിട്ട് സംസാരിച്ച കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം, അതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം. അച്ഛൻ പട്ടാളത്തിൽ എന്നാണെന്ന് വെച്ചാൽ സതീഷോ രതീഷ്. കുഞ്ഞിന്റെ പേരെന്നാ? സതീർ. 2ാം ക്ലാസ്സിലോ 9ിലോ 8ൽ. എടുത്തൊളിച്ചു നോക്കട്ടെ. സതീഷ് ഭവൻ എന്നാണ് വീട്ടുകാര്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ VRL ലവിലെ അപ്പവും വൈഫ് ഉപ്പുതറയിൽ പോയി ഇവരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ കണ്ടുപിടിച്ചു. അപ്പം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇഷ്ടമാണ്. നമുക്ക് എന്താ പറയണ്ടേ, എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവരെ കണ്ടുപിടിച്ചതിന് നമ്മുടെ അപ്പൂനും, അതായത് അപ്പൂൻ്റെ വൈഫിനും നമ്മൾ ബിഗ് ഒരു ക്ലാപ്പ് കൊടുക്കണം. കാര്യം നമ്മുടെ ദീപ്തി ടീച്ചർ ഇവരെ കണ്ടുപിടിച്ചു, നമ്മൾ റിവീൽ ചെയ്തു, ഇവരുടെ പിക്ചേഴ്സൊക്കെ പുറത്തറിയിച്ചു. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബൊന്നും ഉപയോഗിക്കാത്തവരും ഇവരെ അറിയാത്തവരും ഒക്കെ ആയിരുന്നായിരിക്കണം, ഇവരെ മനസ്സിലാക്കാത്തവരും ആയിരുന്നിരിക്കണം. അപ്പോൾ എന്തായാലും ഈ അപ്പവും വൈഫും കൂടെ ഇവരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് ഇവർ പെട്ടു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് ഇവരുടെ മകള് ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു. അച്ഛൻ ഗൾഫ് പട്ടാളക്കാരനാണെന്നും ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നേരെ ഇവർ ചെല്ലുന്നത് ഇവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ്. നമുക്ക് ആ സ്ഥാപനത്തിൽ ഇവരെ ചെന്ന് കാണുന്ന സംഭവവും അതുപോലെ ഇവരുടെ ആ റിയാക്ഷനും ഇവരോടൊപ്പം സംസാരിക്കുന്നതും ആ മുതലാളി പറയുന്നതും അപ്പൂന് പറയാനുള്ളതൊക്കെ പറഞ്ഞതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
എങ്ങനെ തെറി വിളിക്കാൻ പറ്റുന്നു അത് ചങ്ങനാശ്ശേരി ഒന്നാണ് അതുപോലെ ഫേമസ് ആരുവാ ഉള്ള യൂട്യൂബിലെ പെണ്ണുങ്ങളെല്ലാം തെറി വിളിക്കുക അവരെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ച് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇതിന് മാത്രം അന്വേഷിച്ച് വന്നു അവരെ വീട്ടിൽ കയറി അവർ പാവം ഒരു പെൺകൊച്ചുണ്ടാണ് ഒരു മോനുള്ള ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീയാണ് ബാക്കിയുള്ള സ്ത്രീകളെല്ലാം തെറി വിളിക്കും കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം കേരളം തരം കണ്ടിട്ടില്ല എത്ര പേര് ഇവരെ കുറിച്ച് ഇവിടെ വന്നിട്ട് ഒത്തിരിയായില്ല, 2 ദിവസമായുള്ളൂ. മെഡിക്കുക ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഉള്ള കാര്യം പറയാം. അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരത് മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവർക്ക് അവസാനത്തിന് അസുഖം കേട്ടോ ഇത് അതൊക്കെ മുതലെടുത്ത് ഇവർക്ക് അസുഖം കൂടുതൽ വരണം അതിനുള്ള ഇവരെ എന്തെല്ലാം പറ്റും. നിങ്ങളുടെ വീടാണ് ആദ്യമായിട്ടല്ലേ കാണുന്നേ? 1.5 വർഷമായിട്ട് നമ്മളെ ഇട്ട് ആവശ്യമില്ലാതെ പറയും. കാര്യം ചോദിക്കാനുണ്ട്, എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കത്തി താഴെ വെക്കുക. എന്റെ പൊന്നു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിരോധിക്കാൻ പറ്റത്തില്ല. കഥയാ പറയാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ചേച്ചി നമ്മൾ കണ്ടു. ചേച്ചിയുടെ ആ ഒരു എന്താ സ്ലോ മോഷനിലൊക്കെ നിങ്ങളത് കാണണം കേട്ടോ. ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ അപ്പുവിൻ്റെ വൈഫ് എന്നോട് എന്താ ദേഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ചേച്ചി എന്തൊക്കെയോ മറുപടീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അരിയൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ അവർ ആദ്യം ചെയ്തത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പൂസിൻ്റെ വീഡിയോ കണ്ടു, നോട്ടി വന്നപ്പോഴേ കയറി കണ്ടു കേട്ടോ. ഞാൻ ഇതിപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ചാനലാണ് VR in Love. പിന്നെ അവരുടെ ഫാമിലി ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ഞാൻ പിന്നെ എന്നാലും ഞാൻ സബ്സ്ക്രൈബറാണ്. സിന്ധുമ്മയുടെയും അതുപോലെ VR in Love 2.0യും VR in Loveവും ഞാൻ കാണാറുണ്ട്. അമ്മു എനിക്കിഷ്ടമാണ്, അപ്പുവിനെ എനിക്കിഷ്ടമാണ്, സിന്ധുമ്മ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോൾ അവരുടെ ലൈവ് വീഡിയോസ് വലുതായിട്ട് ഫോളോ ചെയ്യാറില്ല, മീൻസ് എന്നാലും കാണും. എനിക്ക് ആമിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ലച്ചിക്കുട്ടനെ ഇഷ്ടമാണ്, നമ്മുടെ തുമ്പിമോളെയൊക്കെ ഇഷ്ടമാണ്, എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ ആ വീഡിയോസ് ഫോളോ ചെയ്യുന്നത് നിർത്തി. വേറെ ഒന്നും കൊണ്ടല്ല, അവർ 3 പേരും ഒന്നിച്ച് നിൽക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പു എപ്പോഴെങ്കിലും ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നിങ്ങൾ പഴയതുപോലെ ഒന്ന് സെറ്റായി കൂടെ വരിക. ഓക്കെ ഫ്രണ്ട്സ്, അത് തിരിച്ചു വരട്ടെ. നമ്മുടെ ദീപ്തി ടീച്ചറിനെയൊക്കെ ഇവർ കൊടുത്ത കുറച്ച് ഇവർ ഓരോ ചാനലുകൾക്കും കൊടുത്ത ഓരോ കമൻസുകളുണ്ട്. ദീപ്തി ടീച്ചറിന് കൊടുത്തത്, അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ചാനലുണ്ട്, ആ ചാനൽ, പിന്നെ VR in Love, ഈ ഓരോ ചാനലിലെ ആളുകൾക്ക് അവർ കൊടുത്ത കുറച്ച് കമൻസുകളുണ്ട്. ഞാനത് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങളത് കണ്ടിട്ട് വരണം കേട്ടോ, കാണാത്തവർ. ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ കരുതിയാൽ 2 മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിപ്പോഴത്തെ കുറച്ച് മാന്യതികളായ പെണ്ണുങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ, വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ ഉണ്ട്. പക്ഷെ അത് അവർക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല. കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും. പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പോൾ വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു. അതാണ് അതിനകത്ത് വ്യത്യാസം. വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശ് കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല. എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഗർഭം ഉണ്ടാക്കുക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ്. ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കൊഞ്ചി കഴിക്കും. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെണ്ണുപിള്ളക്ക് മഹാ അഹങ്കാരം. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ മയങ്ങി നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞ് ഓരോരുത്തരെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവന് പോയി ആ കുട്ടിയുടെ ലോകം മൊത്തം നടന്നു. അതിനിടയ്ക്ക് അവൾ യൂട്യൂബ് നന്നായി റീച്ചാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് സമയത്ത് ഇവര് കുറെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരുടെയും കമൻസുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും പ്രധാന വിഷയം ഇത് തന്നെയായിരുന്നു കേട്ടോ. കമൻറ്റോളിയെ പൊക്കി എന്നുള്ളതായിരുന്നു. ഇവർക്ക് ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു? മാന്യമായിട്ട് നിന്ന്
അവരുടെ ചാനലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. വന്നിരുന്നു എല്ലാ ചാനലുകളും, എനിക്ക് തോന്നുന്നു ഒരുപാട് റിവ്യൂ ചെയ്ത് അവരെക്കുറിച്ച് റിവ്യൂ ചെയ്ത് എല്ലാ ചാനലുകളിലെയും അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നെപ്പോലുള്ള കുഞ്ഞു ചാനലുകളൊന്നും വലുതായിട്ട് ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കണം അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കമൻസ് ഒന്നും വന്നിട്ടില്ല. റാണി ചേച്ചി നിങ്ങൾ കാണുവാണെങ്കിൽ എന്നെ അങ്ങ് വെറുതെ വിട്ടേക്കണം കേട്ടോ. ഞാനൊരു പാവം ചാനലാണ്, എന്നെക്കുറിച്ച് അവിഹിതം പറഞ്ഞു വരരുത് പ്ലീസ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് അവിഹിതം, അപരാധം അങ്ങനെയൊക്കെയുള്ളത്. നമ്മുടെ ദീപ്തി ടീച്ചർ പറയുമ്പോഴാണ് രസമുള്ളത് കേൾക്കാനായിട്ട് കേട്ടോ. ദീപ്തി ടീച്ചറിനെ കുറിച്ചാണ് അത് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നോക്കി ഡോറ ബുജി എന്നൊരു ചാനൽ, VR ലവ്, പിന്നെ വേറെ ചാനൽ നെയിം എനിക്കറിയില്ല, ഞാൻ ആ ക്ലിപ്പിംഗ് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ആ ചാനലുകളിലെല്ലാം പോയി ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കമൻസ് കാണും. നമ്മുടെ SR വ്ലോഗ്സ് ചേച്ചിക്കാണെങ്കിൽ സ്ഥിരം ബാഡ് കമൻസ് ആയിരുന്നു. ചേച്ചിയുടെ കമൻസുകളിലൊന്നും പറയണ്ട, ഫുൾ പ്രവാഹമായിരുന്നു. ഇവരെ കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോ ചേച്ചി ചെയ്തതിനു ശേഷം ചേച്ചിക്ക് വീണ്ടും ഇവരെ പേരിൽ ഒരുപാട് കമൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ചേച്ചിക്ക് എന്ത് കിട്ടും? ഞാനൊരു സംശയമാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്താണ് കിട്ടുന്നത്? ചേച്ചിയുടെ നാട്ടിലും വീട്ടിലും എല്ലാം ചേച്ചി ഇപ്പോൾ നാറില്ല. ചേച്ചിയുടെ മക്കളുടെ മുമ്പിൽ ചേച്ചിക്ക് എന്ത് വിലയാണുള്ളത്? ആ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ എന്ത് വിലയാണുള്ളത്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ് കേട്ടോ. ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ചേച്ചിക്കുള്ള നേട്ടം എന്ന് ചേച്ചി ഒന്ന് കമൻസ് രൂപത്തിൽ അറിയിച്ചാൽ നന്നായിരുന്നു. എൻ്റെ വീഡിയോയ്ക്ക് താഴെ അല്ല, ഏതെങ്കിലും വീഡിയോയ്ക്ക് താഴെ ഇട്ടിരുന്നാൽ മതി. ചേച്ചി ഇപ്പോൾ പിടിക്കപ്പെട്ട സമയത്ത് ചേച്ചി, എനിക്ക് ആ അപ്പു വന്ന് കണ്ട സമയത്ത് ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, വാവ് എന്തൊരു സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ആ എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു യൂട്യൂബിലുള്ള ഒരുപ്പെട്ട എല്ലാവർക്കും ഇന്ന് വളരെ ഹാപ്പി ഡേ ആയിരുന്നു. നമ്മുടെ റാണി P സദാശിവം എന്ന് പറയുന്ന കമൻറ്റോളിയെ പൊക്കിയതിൽ എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അപ്പൂസേ നിങ്ങൾ വളരെ നല്ലൊരു എഫോർട്ടാണ് എടുത്തത്. പിന്നെ അപ്പൂനെ ഒരുപാട് ചാനലുകൾ വിമർശിക്കുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ അപ്പു വീട്ടിൽ പോയി ചെയ്തത് ശരിയായില്ല, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോയി, അത് കുട്ടിയുടെ മുമ്പിൽ പോയി ചെയ്തത് ശരിയല്ല. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമുണ്ട് ഞാൻ പറയുന്നത്, വേറെ ആരെയും ഞാനിവിടെ വിമർശിച്ച് പറയുകയല്ല. കാര്യം അവരെ ഒന്നും ആ കുട്ടികൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും അങ്ങനെ അവരുടെ മക്കളുടെ മുമ്പിൽ അവർ നാറിയാൽ മാത്രമേ അവർക്ക് ഇനി അവരത് ചെയ്യാതിരിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ നാളെ വേറെ വീഡിയോസുമായിട്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ ബാക്കി എല്ലാവർക്കും കമൻസുമായിട്ടോ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ അടങ്ങിയിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് മെൻ്റൽ അസുഖം ഉണ്ടെന്നോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ ഒക്കെ പുറത്തു വന്നിരുന്നു. സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയത്തില്ല. എന്തിരുന്നാലും അവരെ കണ്ടുപിടിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.